പൈൽസ് സി എന്നുള്ള പേര് തന്നെ, അപ്പൊ നമ്മൾ ഇതിപ്പോ എന്തൊരു പേരാണ്, ഈ പൈൽസ് സി ഇതൊരു ഇനീഷ്യൽ പോലെയാണല്ലോ തോന്നുന്നതെന്ന് വിചാരിക്കും. കാരണം ആ പ്രൊഡക്റ്റിന്റെ പൈൽസ് സി എന്നുള്ളതാണ്. അപ്പൊ കമ്പനി അത് പറയുന്നത് പൈൽസിനെ കെയർ ചെയ്യാനും അത് കൺട്രോൾ ചെയ്യാനും ഇതാണ് അതിൽ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിനെ കെയർ ചെയ്യുക, ദെൻ കൺട്രോൾ ചെയ്യുക. അപ്പൊ ഇതിന് അതാണ് ആ 2 സി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ പൈൽസ് എന്നുള്ള പ്രശ്നം അറിയാത്ത ആളുകളില്ല, അത് ഡീറ്റെയിൽ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ ഇത് 4 ഗ്രേഡിൽ ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. അത് ഗ്രേഡ് 1, ഗ്രേഡ് 2, ഗ്രേഡ് 3, ഗ്രേഡ് 4 ഇങ്ങനെയൊക്കെയാണ് പൈൽസിനെ പറയുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഗ്രേഡ് 1 ആണെങ്കിൽ ചെറുതായിട്ട് പെയിന്, ചെറിയ ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ചെറുതായിട്ടുള്ള ചൊറിച്ചില്, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെയാണ് ഗ്രേഡ് 1 പൈൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ചെറിയ ചൊറിച്ചില്, അതേപോലെ തന്നെ ചെറുതായിട്ടുള്ള പെയിന്, അതേപോലെ തന്നെ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ, ടോയ്ലറ്റിൽ പോകാൻ, അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെയാണ് എന്താണ് വരുന്നത്. അപ്പൊ രണ്ടാമത്തതാണ് കുറച്ചുകൂടി എന്തുണ്ട്, ഇതിന്റെ ചൊറിച്ചിലും അതേപോലെ കുറച്ച് ബ്ലീഡിങ് ഒക്കെ ഉണ്ടാവുന്നു. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ എന്താണ് ഉള്ളതാണ് രണ്ടാമത്തെ ഗ്രേഡ് 2 എന്നുള്ളത്. ഇനി ഗ്രേഡ് 3 ആണെങ്കിൽ ഒരു സ്വെല്ലിങ് അല്ലെങ്കിൽ ഒരു വീക്കം, അതേപോലെ തന്നെ ഹെവി ബ്ലീഡിങ്, അതേപോലെ തന്നെ നന്നായിട്ട് ചൊറിച്ചിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇതിനൊക്കെയാണ് ഗ്രേഡ് 3 എന്ന് പറയുന്നത്. അത് ഗ്രേഡ് 4 ആകുന്ന സമയത്ത് അതിന് എന്താണ് പുറത്തേക്ക് തള്ളി നിൽക്കുന്നത്, അല്ലെങ്കിൽ ഫിസ്റ്റുല എന്നുള്ള ഒരു പ്രശ്നമൊക്കെ പറയുന്നതാണ് ഗ്രേഡ് 4 എന്നുള്ളത്. അപ്പോൾ പൈൽസ് തന്നെ 4 ഗ്രേഡ് ആയിട്ട് പറയുന്നുണ്ട്. അപ്പൊ അതിൽ ഗ്രേഡ് 1 എന്ന് പറഞ്ഞാൽ ചെറുതായിട്ടുള്ള ചൊറിച്ചില്, പെയിന്, ബുദ്ധിമുട്ടൊക്കെയാണ് ഗ്രേഡ് 1 വരുന്നത്. അത് കുറച്ചുകൂടി കൂടുതലാണ് എന്തെന്ന്, ചെറിയ ബ്ലീഡിങ് കൂടി വരുന്നുണ്ട് എന്തില്, ഗ്രേഡ് 2 വരുന്നത്. ഗ്രേഡ് 3 ആകുന്ന സമയത്ത് ഒരു വീക്കം പോലെ ശരീരത്തിൽ അനുഭവപ്പെടുന്നുണ്ട്, ചൊറിച്ചിലുണ്ട്, നല്ല ബ്ലീഡിങ് ഉണ്ട്. ഇതൊക്കെയാണ്. ഗ്രേഡ് 4 ആണെങ്കിൽ ഫിസ്റ്റുല എന്നുള്ള ഇതാണ് പറയുന്നത്, പുറത്തേക്ക് തള്ളി നിൽക്കുന്ന പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് 4 ടൈപ്പ് പൈൽസിന്റെ അവസ്ഥകൾ. അപ്പൊ ഇതിന്റെ ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ടത് എന്ന് പറഞ്ഞാല്, ഒന്ന് ഇംപ്രോപ്പർ ഡയറ്റ്. നമ്മൾ ഫുൾ ആൻഡ് ഈസി പറഞ്ഞ പോലെ തന്നെയാണ്, ഇംപ്രോപ്പർ ഡയറ്റ് ആണ് ഈ ഒരു പ്രശ്നം ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം. ദെൻ ഹെവി ആയിട്ട് കൂടുതൽ സ്പൈസി ഫുഡുകൾ കഴിക്കുന്നു, മുളകൊക്കെ കൂടുതലുള്ള സ്പൈസി ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കുന്ന ആളുകൾക്ക് അത് വരാൻ സാധ്യതയുണ്ട്. ദെൻ ഓയിലി ഫുഡ്, എപ്പോഴും എന്താണ് നമ്മൾ ഈ ഫ്രൈഡ് ഐറ്റംസ്, ഓയിലി ആയിട്ടുള്ള ഫുഡുകൾ കൂടുതൽ എടുക്കുന്ന ആളുകൾക്കൊക്കെ ഈ ഒരു പ്രശ്നം വരാൻ സാധ്യതയുണ്ട്. ദെൻ അടുത്തത് ലോങ് ഹവേഴ്സിൽ ഇരുന്നു കൊണ്ട് ജോലി ചെയ്യുന്ന ആളുകൾ, ചില ജോലിയുടെ സ്വഭാവം അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മണിക്കൂറുകളോളം ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകൾക്കും ഈ ഒരു പ്രശ്നം ഉണ്ടാവാനുള്ള സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. ഇനി ചില ആളുകളെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലേക്ക് എത്തുന്നത് ലാക്ക് ഓഫ് എക്സസൈസ്, പ്രോപ്പറായിട്ട് വ്യായാമം, അങ്ങനെയുള്ള, അതായത് വ്യായാമത്തിൽ കൂടിയാണല്ലോ ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ കൂടുന്നത്. അപ്പൊ പ്രോപ്പറായിട്ട് എക്സസൈസ് ഇല്ലെങ്കിൽ, അതേപോലെ നേരത്തെ പറഞ്ഞിട്ടുള്ള എന്താണ് ലോ ഇൻടേക്ക് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം പ്രോപ്പറായിട്ട് ഇൻടേക്ക് ഇല്ല, ശരീരം കുടിക്കുന്നില്ല, അതൊക്കെ നമുക്ക് പൈൽസിലേക്ക് ലീഡ് ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു ഇതാണ്. ഇനി വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അൺടൈം റൂട്ടീൻ ഹാബിറ്റ്സ് എന്ന് പറഞ്ഞാല്, നമ്മൾക്ക് ഈ എന്താണ് ഒരു സമയം ഇതൊന്നുമില്ല, എപ്പോഴും ടോയ്ലറ്റിൽ പോകണം, ഇങ്ങനെയൊക്കെയുള്ള അങ്ങനെ ഹാബിറ്റ് ഉള്ള ഏത് സമയം, റെഗുലർ ടൈം ഇല്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ആളുകൾക്കൊക്കെ ഇത് വരാനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ളതാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാല് ഇതില് നമുക്ക് പറയാൻ പറ്റുന്ന അല്ലെങ്കിൽ കൊടുക്കാൻ പറ്റുന്നത്, നമ്മൾ എന്താണ് ഒരു ഫിസ്റ്റുല പോലെയുള്ള ഇതിലേക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ പോലും ബാക്കി ഗ്രേഡ് 1, ഗ്രേഡ് 2, ഗ്രേഡ് 3 എന്താണ് നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. അപ്പൊ ഇതിന്റെ കൂടെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ആദ്യം പറഞ്ഞ ഫുൾ ആൻഡ് ഈസി കൂടി വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നതൊന്നും കുഴപ്പമില്ല. അതായത് പൈൽസ്, സിവിയർ ആയിട്ടുള്ള പൈൽസിലേക്ക് എത്താൻ പോകുന്നു, വലിയ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയുന്ന ആളുകൾക്ക് ഒരു ഓപ്പറേഷൻ പറഞ്ഞ കേസിൽ നമ്മൾക്ക് അത് കൈവെക്കണം എന്നില്ല നമ്മള്. പക്ഷെ അല്ലാത്ത കേസിലൊക്കെ ആണെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ്, ഇത് തന്നെ 2 എണ്ണം ഉണ്ട്, മ്യൂട്ട് ചെയ്യും. ഇതിന്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് ആദ്യം പറഞ്ഞ ഫുൾ ആൻഡ് ഈസി
എന്ത് ചെയ്യാം, കൊടുക്കുന്നത് കൊണ്ട് ഉപയോഗിക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല. പിന്നെ അതിന്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ പ്രോബയോട്ടിക് ആഡ് ചെയ്യാം, ലിബഗൻ ആഡ് ചെയ്യാം. ഇതൊക്കെ കോമ്പിനേഷൻ ആയിട്ട് കൊടുക്കാൻ പറ്റും. നമ്മൾ ഇത്രയും കാലം കൊടുത്തിട്ടുള്ളത് ഇതൊക്കെ തന്നെയാണല്ലോ. അതായത് പ്രോബയോട്ടിക്കും ഇമ്മ്യൂണയും ലിബഗനും ഒക്കെ ആണല്ലോ. അപ്പൊ ഇതെല്ലാം കൊടുക്കണമെന്നില്ലെങ്കിൽ പോലും ചിലത് വേണമെങ്കിൽ അതിന്റെ കൂടെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ലിബഗൻ സിറപ്പ് ആഡ് ചെയ്യാം. ഇതിപ്പോ ക്യാപ്സ്യൂൾ ആണ് അല്ലെങ്കിൽ ടാബ്ലറ്റ് ആണ്. ലിബഗൻ സിറപ്പ് ആഡ് ചെയ്യാം. പ്രോബയോട്ടിക് വേണമെങ്കിൽ ഫസ്റ്റ് മന്ത് വേണമെങ്കിൽ ആഡ് ചെയ്യാം. അതൊക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടം അനുസരിച്ചാണ് അത് കൊടുക്കാൻ പറ്റുന്നത്. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാല് ഈ എന്താണ് ഈ ഓയിൻമെന്റ്, ഇതിൽ ഓയിൻമെന്റ് എന്ന് പറഞ്ഞാല് സിവിയർ ആയിട്ട് പൈൽസിന്റെ ഇഷ്യൂ ഉള്ള ആളുകൾ, അതായത് ഭയങ്കര പ്രശ്നമാണ്, ഭയങ്കര പുകച്ചില്, വേദന, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ പറയുന്ന ആളുകളുണ്ടാവും. അപ്പൊ അവർക്ക് ഒരു സഡൻ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിലുള്ള ഈ ഒരു ഓയിൻമെന്റ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ശരിക്കും അതിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അത് ടാബ്ലറ്റ് ഒക്കെ ആണെങ്കിൽ എന്ത് ചെയ്യാം, ടാബ്ലറ്റ് ഡെയിലി 2 തവണ നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ്, അതായത് എടുക്കാം എന്നുള്ളതാണ്. ഇനി ഇതിൽ കമ്പനി പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല് പൈൽസ് ഏത് ടൈപ്പ് ഓഫ് ആളുകൾക്കാണ് ഇത് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യേണ്ടത്. കമ്പനി പറയുന്ന ഇത്രയേ ഉള്ളൂ, പൈൽസ് ഓൾറെഡി ഉള്ള ആളുകൾ, ചില ആളുകളെ സംബന്ധിച്ച് പൈൽസ് ഓൺ ദ വേ ഉള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ വരാനൊരു സാധ്യതയുണ്ട്, അങ്ങനെ പറയുന്ന ആളുകളുണ്ടാവും. പൈൽസ് ഓൾറെഡി, പൈൽസ് ഓൺ ദ വേ, ഈ 2 കാറ്റഗറി ആളുകൾക്കും എന്ത് ചെയ്യാം, നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് പൈൽസ് CC, പൈൽസ് കെയർ ആൻഡ് കൺട്രോൾ എന്നുള്ള പൈൽസ് CC എന്നുള്ള പ്രൊഡക്റ്റ്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ 2 പ്രൊഡക്റ്റും അതിന്റെ കൂടെ ഫുൾ ആൻഡ് DCയും നമുക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ ആ ഒരു പ്രശ്നത്തിന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു കോമ്പിനേഷൻ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റും.